നമ്മൾ വിമൻ്റെ ഇടയിലുണ്ടായ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് വിമൻ സെലിബ്രേറ്റിംഗ് വിമൻ അല്ലെങ്കിൽ വിമൻ സപ്പോർട്ടിങ് വിമൻ ആണല്ലേ. അതായത് പണ്ടത്തെ ആ ഒരു കോമ്പറ്റീഷനും ആ ഒരു ജലസിയും അതിലൊക്കെ കുറേ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ സക്സസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു അച്ചീവ്മെൻറ്റ്സിലൊക്കെ ഏറ്റവും അത് ജെന്യുവിനായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യുന്ന അതിലൊരു അല്ലെങ്കിൽ അതിൽ ഹാപ്പി ആകുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലേ. അല്ലെങ്കിൽ അതിപ്പം നമ്മുടെ നേരിട്ടുള്ള ഫ്രണ്ട്സ് ആണോന്നില്ല, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു പരിചയമില്ലാത്ത ആളുകൾ അവരുടെ കുഞ്ഞു അച്ചീവ്മെൻറ്റ്സിൽ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞു ഹാപ്പിനെസ്സിൽ നമ്മൾ എത്രത്തോളമാണ് ഹാപ്പി ആവുള്ളത്. അതിൽ കൂടുതൽ കമൻസിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണും കൂടുതൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത് വിമൻ ആയിരിക്കും. പിന്നെ സക്സസ്സിൽ മാത്രമല്ല കേട്ടോ, ഇപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തു, നമുക്കത് ഓടിച്ചെന്ന് പറയുമ്പോൾ അത് പോട്ടെ സാരമില്ല അതങ്ങനെയാണ് എന്നും പറഞ്ഞ് നമ്മളെ ചേർത്ത് പിടിക്കുന്നത് അവർ തന്നെയാണ്. ഇപ്പം നമുക്കൊരു പ്രശ്നം വന്നു നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ വീഡിയോയുടെ ഇപ്പോൾ ഒരു ഫേക്ക് ഐ ഡിന്ന് വന്നിട്ട് ഒരു സ്ത്രീയാണോ അതോ ഇനി മെണ്ണാണോ വിമനാണോ എനിക്കറിയില്ല, എപ്പോഴും ഒരു ഫേക്ക് ഐ ഡിന്ന് വന്ന് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഇടാറുണ്ട്. അപ്പം ഞാനത് കാണുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഞാനതിന് റിയാക്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ലക്ഷ്മി അതിൽ ഓൾറെഡി കമൻറ്റ് ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ കാണുമ്പോഴേ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. അല്ല ഇപ്പോൾ എൻ്റെ വീഡിയോസ് നല്ലതാണെന്ന് എൻ്റെ ഫ്രണ്ട്സ് അല്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് മെസ്സേജ് ചെയ്തിട്ട് പറയും ആ വീഡിയോസ് കാണാറുണ്ട് നല്ലതാണ്, അല്ല അതിലെന്തെങ്കിലും ഒരു കറക്ഷൻസ് വേണം, അല്ല ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്, അതെല്ലാം പറഞ്ഞു തന്ന് നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആകാൻ നമ്മൾ അവരൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവരെയും അവരുടെ സന്തോഷത്തിലാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും സപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിമൻസ് ഡേ.